എല്ലാവരും പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ തന്നെ ആയിരിക്കണം എന്നാണ് പിതാവിൻ്റെ ആഗ്രഹം. യേശുവിൻ്റെ സ്വഭാവവും യേശുവിൻ്റെ മനസ്സും യേശുവിനെ പോലെ, യേശു ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം യേശു ജീസസ് ക്രൈസ്റ്റ് പിതാവിൻ്റെ മകനാണ്, പിതാവിൻ്റെ ഈക്വലാണ് അല്ലെ. പക്ഷെ എന്നിരുന്നിട്ട് പോലും തന്നെ താഴ്ത്തിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് വന്നത് പിതാവിൻ്റെ സെർവൻ്റ് ആയിട്ടാണ്, ദൈവത്തിൻ്റെ സെർവൻ്റ് ആയിട്ടാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് അല്ലെ. ദൈവത്തിൻ്റെ അപ്പോസ്തലന്മാർ അങ്ങനെ തന്നെയാണ് യേശുവിനെ പറ്റി പറഞ്ഞിരുന്നത്. ദൈവത്തിൻ്റെ ഹോളി സെർവൻ്റ് ആണ് യേശുക്രിസ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ ഒരു ഹമ്പിൾ നേച്ചർ, ഒരു താഴ്മയുള്ള ഒരു ഹൃദയം ദൈവത്തിൻ്റെ യേശുവിന് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലേക്ക് വന്നില്ല എങ്കിൽ, ആ ഒരു സ്വഭാവം നമുക്ക് ഇല്ല എങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിശാചിനും അവൻ്റെ വർക്കിനും എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കത്തില്ല. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കിങ്ഡത്തിൻ്റെ പ്രിൻസിപ്പിളാണ് ഹമ്പിൾ ആയിട്ടുള്ള നേച്ചർ എന്നുള്ളത്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവത്തിൻ്റെ കിങ്ഡത്തിനുള്ളത്, യേശുവിൻ്റെ സ്വഭാവമാണ് യേശുവിൻ്റെ കിങ്ഡത്തിനുള്ളത്. അപ്പോൾ ആ ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ നമ്മൾക്ക് പിശാചിനെതിരായിട്ട് നിൽക്കാൻ സാധിക്കത്തില്ല. യേശു എത്രമാത്രം നമ്മുടെ ഉള്ളിലുണ്ടോ, എത്രമാത്രം ഫോം ചെയ്തിട്ടുണ്ടോ, അതനുസരിച്ചാണ് നമുക്ക് പിശാചിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നത്. പിശാച് നമ്മളെ പേടിക്കത്തില്ല, യേശുവിനെ മാത്രമേ പേടിക്കത്തുള്ളൂ. പിശാച് നമ്മളെ ഉപദ്രവിക്കാതിരിക്കണേ നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ടായിരിക്കണം, അവൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കണം. അപ്പോൾ താഴ്മയുള്ള സ്വഭാവം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിശാചിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ ഉള്ള ഏറ്റവും വലിയൊരു ആയുധമാണ്. ഒരു ഏറ്റവും വലിയ ആയുധമാണത് അല്ലേ. അല്ലാതെ നമ്മളുടെ സ്വഭാവത്തിൽ, നമ്മുടെ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ നടക്കുമ്പോൾ അത് പിശാചിനൊരു തുറന്ന വാതിലായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംസാരിക്കാം. കർത്താവ് സമയത്തായിട്ട് നന്ദി പറയുന്നു. കർത്താവ് അങ്ങയുടെ ഹൃദയത്തിനായിട്ട് നന്ദി പറയുന്നു, അങ്ങയുടെ മനസ്സിനായിട്ട് നന്ദി പറയുന്നു, ഞങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നതായിട്ട് നന്ദി പറയുന്നു. കർത്താവ് താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് യു ആൻഡ് വർഷിപ്പ് യു. എന്ന് സംസാരിക്കുന്ന പോലെ ഇന്ന് സംസാരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ വചനത്തിന്റെ പൊരുൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് ലൂക്കോസിലേക്ക് പോകാം. ലൂക്കോസിന്റെ 22-ാമത്തെ ചാപ്റ്ററിന്റെ 24 തൊട്ട് 30 വരെയുള്ള വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ലൂക്കോസിന്റെ 22-ന്റെ 24 തൊട്ട് 30 വരെയുള്ള വാക്കുകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം അപ്പോസ്തലന്മാരുടെ ഇടയിൽ അല്ലെ, യേശുവിന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ അല്ല, ഒരു ക്വസ്റ്റ്യൻ. അവർക്ക് അവരിൽ ആരാണ് ഏറ്റവും വലിയവൻ അറിഞ്ഞാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം. അപ്പം അതിനെപ്പറ്റി ഇവിടെ യേശു ഇങ്ങനെ പറയുകയാണ്. ഇപ്പം 24-ാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറയുന്നത്, തങ്ങളുടെ കൂട്ടത്തിൽ ആരെ ആകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. അപ്പൊ ശിഷ്യന്മാരുടെ ഇടയിൽ ഈ തർക്കം ഉണ്ടായി, ആരാണ് അവരുടെ കൂട്ടത്തിൽ വലിയത്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പത്രോസും ജോണും ജെയിംസും യേശുക്രിസ്തുവിന്റെ കോർ ടീമിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അങ്ങനെയാകുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരിടയ്ക്ക് അപ്പൊ ബാക്കിയുള്ള 9 ശിഷ്യന്മാരെ യേശു പല സ്ഥലങ്ങളും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പല സ്ഥലത്ത് കൊണ്ടുപോയിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ആ 12 വയസ്സുള്ള കുട്ടിയുടെ അവളെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ ആ സമയത്ത് യേശുക്രിസ്തു ഈ ബാക്കിയുള്ള ശിഷ്യന്മാരെ അതിന്റെ റൂമിന്റെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓൺലി പീറ്ററിനെയും ജെയിംസിനെയും ജോണിനെയും മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു ട്രാൻസ്ഫിഗറേഷൻ നടന്ന ആ മലയിൽ വെച്ച്, മൗണ്ടനിൽ വെച്ച്, അവിടെയും കൊണ്ടുപോയത് പീറ്ററിനും ജെയിംസും ജോണിനും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരുടെ ഇടയിൽ ഒരു ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇവരാണോ വലിയവര് എന്നുള്ളത്, അതോ എല്ലാവരും ഒരുപോലെയാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാകാൻ ഓട്ടോമാറ്റിക്കലി ചാൻസ് ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ആരാണ് തങ്ങളുടെ കൂട്ടത്തിൽ വലിയവരാകണം നമുക്കെല്ലാവർക്കും വലിയവരാകണമെന്ന് താല്പര്യമുള്ള പോലെ തന്നെ അവരുടെ ഇടയിലും ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അല്ലെ. അവര് ജഡികരായിരുന്ന സമയത്ത്, ജഡത്തിന്റെ സ്വഭാവത്തിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അല്ലെ, ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി യേശു പറയുന്നത്. അപ്പൊ
25ാമത്തെ വാക്കൂട്ട് ഇങ്ങനെ പറയും, അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവര് ഉപകാരികൾ എന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങൾ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നുവല്ലോ. ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയെങ്കിൽ തിന്നു കുടിക്കുകയും സിംഹാസനത്തിൽ ഇരുന്നു ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ യേശുക്രിസ്തു പറയും ഒരു വലിയൊരു കാര്യം, അല്ലെ? യേശുക്രിസ്തു പറഞ്ഞതെല്ലാം വലിയ കാര്യം തന്നെ. അപ്പൊ യേശു ഇങ്ങനെ പറയും, ഒരു സത്യം പറയുവാണ്. രാജ്യം കിട്ടുന്നത്, യേശു പറയും, എന്റെ പിതാവ് എനിക്കൊരു രാജ്യം തന്നിരിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു രാജ്യം നിയമിച്ചു തരും. ആ രാജ്യത്ത് നിങ്ങൾ എന്നോടൊപ്പം വാഴുകയും ചെയ്യും. നിങ്ങള് 12 ഗോത്രത്തെ ന്യായം വിധിക്കുകയും ചെയ്യും. എന്റെ ഒപ്പം തന്നെ എന്റെ ടേബിളിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അപ്പൊ എന്ന് പറയുമ്പോ ഇത് സാധാരണക്കാർക്ക് പറയുന്ന കാര്യമല്ല, സാധാരണക്കാരുടെ കാര്യമല്ല. ഒരു രാജാവിന്റെ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, അദ്ദേഹത്തിനൊപ്പം ഭക്ഷണം കഴിക്കണമെങ്കിൽ അദ്ദേഹത്തിനൊപ്പം തന്നെ സിംഹാസനത്തിലേക്ക് ഭരിക്കുകയൊക്കെ ചെയ്യുന്നത് സാധാരണക്കാരായിട്ട് ഉള്ള ആൾക്കാരല്ല, രാജാവിന്റെ മക്കളാണ്, അല്ലെ? ആ അധികാരം എന്ന് പറയട്ടെ, രാജകുമാരന്മാർക്കാണ് രാജ്യം ഭരിക്കാനുള്ള അവകാശമുള്ളത്, അല്ലെ? ഒരു കമ്പനിന്റെ ഉടമയാണ്, ഉടമയുടെ മക്കളാണ് മിക്കവാറും തന്നെ. അവർക്ക് മക്കളൊക്കെ ഉള്ളവരാണ്. ഏതെങ്കിലും ഒരു കമ്പനി, പ്രൈവറ്റ് കമ്പനി എന്ന് വിചാരിച്ചു. അപ്പൊ അതിന്റെ ഉടമ പബ്ലിക് ആയിട്ടുള്ള കമ്പനി അല്ല, പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ അതിന് അദ്ദേഹത്തിന്റെ ഉടമയുടെ മകന് അല്ലെങ്കിൽ മകളൊക്കെ ആയിരിക്കുമല്ലോ സിഇഒയും വൈസ് പ്രസിഡന്റും ഒക്കെ ആയിട്ട് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ദൈവം നമ്മളോട് പറയുക, നിങ്ങള് ദൈവത്തിന്റെ മക്കളാണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, അല്ലെ? യേശുക്രിസ്തു പറയുക, നിങ്ങളെ ഞാൻ എന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്താൽ നിങ്ങൾ എന്റേതാണ്, അല്ലെ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ രാജ്യത്തിൽ എന്താ പറയാ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഭരിക്കാനുള്ള അവകാശമൊക്കെ തരുന്നത്. പക്ഷേ ഞാൻ എങ്ങനെയായിരിക്കുന്നു? ഞാൻ ഇവിടെ ഭരിക്കാൻ വന്നതല്ല, ഈ ലോകത്ത് ഭരിക്കാൻ വന്നതല്ല. ഞാന് എന്താ പറഞ്ഞ ശുശ്രൂഷിക്കാൻ വന്നവനാണ്, അല്ലെ? ഞാൻ ശുശ്രൂഷ ഏക്കാൻ വന്നവനല്ല. അപ്പൊ നിങ്ങളും അങ്ങനെ ആയിരിക്കണം എന്നിങ്ങനെ പറഞ്ഞിരിക്കുക. ഇങ്ങനെ പറയുക, അവരോട് ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറഞ്ഞു. അപ്പൊ ജാതികളുടെ രാജാക്കന്മാർ എന്ന് പറഞ്ഞിരിക്കും. ജാതികൾ എന്ന് പറയുമ്പോ റേസിസ്റ്റ് ആയതുകൊണ്ടോ ജാതീയതയെ പറ്റി സംസാരിക്കുക, അതൊന്നും അല്ല ചെയ്യുന്നത്. ഇവിടെ യേശു പറയാം, തന്റെ കൂടെ നിൽക്കുന്നവർ തന്റെ മക്കളായിട്ടും ബാക്കിയുള്ളവരെല്ലാം ജെന്റൈൽസ് ആയിട്ട് ജാതികളായിട്ട് യേശു കരുതുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ഈ ലോകത്തുള്ളവർ അല്ല, അതിനെപ്പറ്റി പറഞ്ഞു. ഈ ലോകത്തിന്റെ കൾച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടുത്തെ പ്രിൻസിപ്പിൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടുത്തെ വലിയ രാജാക്കന്മാര് യജമാനന്മാരും അവരൊക്കെ എന്താ പറയുക, ബാക്കിയുള്ളവരെ അവരുടെ പൊക്കത്തില് വലിയ വലിയ ഭരണാധികാരികളാവുകയും വലിയ കർത്തൃത്വം നടത്തുന്നു, വലിയ ഭരിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്, അല്ലെ? ഞങ്ങളാണ് വലിയവരെന്നുള്ള രീതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യത്തെപ്പറ്റി അറിയാമല്ലോ. എല്ലാവരും വലിയ രാജാക്കന്മാർ, എല്ലാവരും വലിയ ആൾക്കാരാണ്, എല്ലാവർക്കും താങ്കൾ വലിയവരാണ് എന്ന് കാണിക്കാനാണ് അവർക്ക് ഒരു താല്പര്യം. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞു വെച്ചാൽ മറ്റുള്ളവർക്ക് ഉപകാരികളാണ് ഞങ്ങൾ എന്നാ പറഞ്ഞിരിക്കും. ശരിക്കും പറഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? പ്രത്യേകിച്ച് പണമില്ലാത്ത വ്യക്തികളെ ആണെങ്കിൽ അവര് അടിമകളാക്കി വെക്കാനുള്ള ശ്രമം തന്നെ. ഒരു പണമില്ലാത്തൊരു വ്യക്തിക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനവും മാനവും ഒന്നുമില്ല. എല്ലാവർക്കും സ്ഥാനം വേണമെന്നും എല്ലാവർക്കും മാനം വേണമെന്നും എല്ലാവരും അറിയപ്പെടുന്നവരായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഈ ലോകത്തിന്റെ കാര്യം അങ്ങനെയാണ്. എല്ലാവരും രാജാക്കന്മാരാണ്, എല്ലാവരും ഭരിക്കുന്നവരാണ്, അല്ലെ? പക്ഷേ ദൈവത്തിന്റെ രാജ്യം അങ്ങനെയല്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുക. 26ാമത്തെ വാക്ക്, നിങ്ങളും അങ്ങനെയല്ല, അല്ലെ? ദൈവത്തിന്റെ രാജ്യവും അങ്ങനെയല്ല, നമ്മളും അങ്ങനെയെന്ന് പറഞ്ഞിരിക്കുക. നിങ്ങൾ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ, അല്ലെ? വലിയവൻ ഇളയവനെ പോലെ. അപ്പൊ ഹമ്പിൾ ആയിരിക്കുന്നവരായിരിക്കണം,
ഉണ്ടായിരിക്കട്ടെ എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് വലിയവനാകണമെങ്കിൽ നിങ്ങൾ ഇളയവനെ പോലെ ആകട്ടെ. നിങ്ങൾക്ക് വലിയവനാകണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഹമ്പിൾ ആയിട്ടുള്ള താഴ്മയുള്ളവൻ ആകട്ടെ. അപ്പൊ താഴ്മയുള്ളവനാണ് വലിയവൻ. ഇത് യേശുവിന്റെ രാജ്യത്ത് ഏറ്റവും താഴ്മയുള്ളവനാണ് വലിയവൻ, അല്ലെ എന്നാ പറഞ്ഞിരിക്കുന്നത്. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിലിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിലിരിക്കുന്നവനല്ലോ, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. അപ്പൊ നമ്മളൊക്കെ വീട്ടിൽ ഭക്ഷണത്തിനാണെങ്കിലും വരുമ്പോൾ നമ്മളൊരു ഗസ്റ്റിനെ വിളിക്കുമ്പോൾ, അല്ലെ, ഭക്ഷണത്തിനാണെങ്കിലും വരുമെന്നല്ലേ പറയുന്നത്. നമ്മളൊരു ഗസ്റ്റിനെ വിളിക്കുമ്പോൾ, അല്ലെ, നമ്മള് അവർക്ക് അവരെ ഓണർ ചെയ്തുകൊണ്ട്, അല്ലെ, അവർക്ക് വിളമ്പി കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് അവിടെ വാല്യൂ കൂടുതലാണ്, അല്ലെ, ഗസ്റ്റിന്. അതുപോലെയാണ് യേശു പറയുക, ഭക്ഷണത്തിന് ഇരിക്കുന്നവർക്കാണല്ലോ വാല്യൂ കൂടുതലുള്ളത്, അല്ലെങ്കിൽ അവരാണല്ലോ വലിയവര്, അല്ലെ, ഭക്ഷണം വിളമ്പി കൊടുക്കുന്നവർ അല്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങള് എന്താ പറയുന്നത്, നമ്മൾ അങ്ങനെയായിരിക്കണം, ഹമ്പിൾ ആയിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യേശുവിന്റെ സ്വഭാവം അതാണ്. യേശു പറഞ്ഞിരിക്കും, ഞാനിവിടെ വന്നിരിക്കുന്നത് എന്റെ സെർവ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ്, സെർവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, അല്ലെ. അങ്ങനെയാകുമ്പോ ആ സ്വഭാവം നിങ്ങളുടെ ഉള്ളിലും ഉണ്ടായിരിക്കണം. അപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഈ ലോകത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ സ്വഭാവവും തമ്മിൽ രാപ്പകൽ വ്യത്യാസമാണ്, അല്ലെ. ഈ ലോകത്തിന്റെ സ്വഭാവമല്ല, ഈ ലോകത്തിന്റെ പ്രിൻസിപ്പിൾ അല്ല, ഈ ലോകത്തിന്റെ കൾച്ചർ അല്ല ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ കൾച്ചർ. ഇനി ഈ ലോകത്തിന്റെ രാജാവ് എന്ന് പറയുന്നത് പിശാചാണ്, അല്ലെ. ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ രാജാവ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്, യേശുക്രിസ്തു തന്നെയാണ്. അപ്പൊ ദൈവത്തിന്റെ കിങ്ഡം എവിടെ വരുന്നു, അവിടെ മാത്രം പിശാചിനും അവന്റെ ടീമിനും വർക്ക് ചെയ്യാൻ സാധിക്കാതിരിക്കത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ പ്രിൻസിപ്പളിനനുസരിച്ച് നമ്മൾ നടക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് പിശാചിനെതിരായിട്ട് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ദൈവം എന്താ പറയാ, സർപ്പന്റിന്റെ തലയിലും ചവിട്ടി തൂക്കാനുള്ള അധികാരമൊക്കെ തന്നിട്ട്, പിശാചിന്റെ ശക്തിയെ ചവിട്ടി തൂക്കാനുള്ള അധികാരമൊക്കെ ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അധികാരത്തിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ യേശു നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, യേശു സ്വഭാവം ഉണ്ടായിരിക്കണം, ദൈവത്തിന്റെ കിങ്ഡം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് എത്രമാത്രം ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും പിശാച് നമ്മളെ മൈൻഡ് ചെയ്യുന്നത്, അല്ലെ. നമ്മള് എന്താ പറയാ, ഫുള്ള് ഹോളി സ്പിരിറ്റ് ഗോഡാണ്, നമ്മള് യേശുവിന്റെ സ്വഭാവത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, യേശുവിന്റെ സ്നേഹവും യേശുവിന്റെ കരുണയും യേശുവിന്റെ ഹ്യൂമിലിറ്റിയും യേശു നമ്മുടെ ഉള്ളില് നമ്മുടെ വിശ്വാസം മൂലം ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിശാചിനെ അറിയാൻ പറ്റും, അല്ലെ. ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി പിശാചിനെ ഒന്ന് നോക്കിയാൽ മതി, അവന്റെ ടീമിനെ ഒന്ന് നോക്കിയാൽ താനെ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ഇത് പിശാച് താഴെ വരും. യേശുവിനെ കണ്ടുകൊണ്ട് പിശാചിന്റെ ടീം ഓടി വന്ന് കാലിൽ വീഴുമായിരുന്നു. കാരണം അറിയാം, ഉള്ളിന്റെ ഉള്ളിൽ മൊത്തം ദൈവമാണ്, അല്ലെ. യേശുവിനെ സംബന്ധിച്ചിടത്തോളം പിതാവാണ് ഏറ്റവും വലുത്. യേശു പിതാവിന്റെ സെർവന്റ് ആയിട്ട് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, അല്ലെ. പിതാവിന്റെ സെർവന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് തന്നെയാണ് അപ്പോസ്തലന്മാര് യേശുവിനെ പറ്റി പറഞ്ഞതും അങ്ങനെ തന്നെ. അങ്ങയുടെ ഹോളി സെർവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യേശു അങ്ങയുടെ ഹോളി സെർവന്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 4-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യം ഇങ്ങനെ അവര് പ്രാർത്ഥിക്കുവാണല്ലോ, അല്ലെ. പീറ്ററിനെയും ജോണിനെ അറസ്റ്റ് ചെയ്തതിന് വിട്ടതിന് ശേഷം പീറ്ററും ജോണും വന്ന് അവരോട് സംസാരിക്കുന്നു, അല്ലെ. അവര് കൂട്ടത്തിലുള്ളവരോട് സംസാരിക്കുന്നു, എന്താ തങ്ങൾക്ക് പറ്റിയെന്നുള്ള കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നു, എന്തിനാണ് അവരെ അറസ്റ്റ് ചെയ്തെന്നും ജയിലിട്ടെന്നും പറയുന്നു. അപ്പൊ എന്താ പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നതിന് വേണ്ടി മറ്റുള്ളവരെ ഹീലാക്കുന്നതിനുള്ള ശക്തി അല്ലെങ്കിൽ ധൈര്യം തരണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാരും ബാക്കി എല്ലാവരും അവരുടെ കൂട്ടാളികളെല്ലാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ അവര് പറയുന്നത്, അങ്ങയുടെ ഹോളി സെർവന്റ് ആയിട്ടുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെ. അപ്പോ എന്താ പറയുന്നത്, അതിനായിട്ടുള്ള ധൈര്യം തരണം എന്ന് പറയുവാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ അങ്ങയുടെ ഹോളി സെർവന്റ് തന്നെയാണ് യേശുക്രിസ്തുവിനെ വിളിച്ചത്. അപ്പൊ യേശുക്രിസ്തു പിതാവിന്റെ സെർവന്റ് ആണ്. ആ ഒരു മൈൻഡ് സെറ്റപ്പാണ് യേശുവിനുള്ളത്. അതേ മൈൻഡ് സെറ്റപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, അല്ലെ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പിശാചിന് നമ്മളെ എന്താ പറയുക, ഒരു വിധത്തെ സ്വാധീനിക്കാനല്ല, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ അവന് സാധിക്കാത്ത വരത്തുള്ളൂ. ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് മുമ്പിൽ ഹമ്പിൾ ചെയ്യും നമ്മളെ തന്നെ, എന്നിട്ട് റെസിസ്റ്റ് ചെയ്യും പിശാചിനെ, അവൻ ഓടി ഒളിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ ഹമ്പിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം, അല്ലെ. നമ്മൾ ദൈവത്തിന്റെ സെർവൻസ് ആണെന്നുള്ള അണ്ടർസ്റ്റാൻഡ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ദൈവത്തെ സെർവ് ചെയ്യുന്ന എങ്ങനെയാ, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന എങ്ങനെയാ, നമ്മൾ ദൈവത്തിന്റെ മക്കളായിട്ടുള്ളവരെ ശുശ്രൂഷിക്കുന്ന വഴി, അല്ലെ. അതാണ് യേശുക്രിസ്തു ചെയ്തത്. നമ്മളെ യേശുക്രിസ്തു ചെയ്തിരുന്നത്, പിതാവിനെ ശുശ്രൂഷിക്കുന്നത് നമ്മൾ വഴിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഡേവിഡിന് ഒരു കാര്യം അറിയാമായിരുന്നു, ഡേവിഡ് വലിയ രാജാവായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതുപോലത്തെ ഒരു രാജാവ് വന്നിട്ടില്ല ഇസ്രായേലിന്റെ ചരിത്രത്തിൽ. പക്ഷെ ആ ഡേവിഡിന് മനസ്സിലായിരിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്,
തൻ്റെ കിങ്ഡം ദൈവം തന്നിരിക്കുന്ന എന്താ പറയുക രാജ്യം അല്ലെ ഇസ്രായേൽ എന്നുള്ള രാജ്യം അത് തനിക്ക് വേണ്ടിയുള്ളതല്ലെന്നും ദൈവത്തിനും അദ്ദേഹത്തിനും മക്കൾക്കും വേണ്ടിയുള്ളതാണെന്നുള്ള കാര്യം ഡേവിഡിന് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലെ ഇങ്ങനെ ഡേവിഡ് ചോദിച്ചത്, ഞാനും എൻ്റെ പിതാവിന്റെ ഭവനം എന്താണ് ആരാണ് എന്ന് ചോദിക്കുന്നത് അല്ലെ. ആ ഒരു കാര്യം അറിയാവുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡേവിഡ് അത്രയും വലിയൊരു രാജാവായിരുന്നത് ആയിത്തീർന്നത്. അതുപോലത്തെ ഒരു രാജാവ് ഉണ്ടായിരുന്നില്ല ഇസ്രായേലിന്റെ ചരിത്രത്തിൽ. അതുകൊണ്ട് തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ആ ഒരു ഹമ്പിൾ നേച്ചർ നമ്മുടെ ഉള്ളിലും ഉണ്ടാകണം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. അത് ഒരു വിക്ടറിയാണ്. അത് നമുക്ക് ഒരു എന്താ പറയുക ഒരു ജയമാണ്. നമ്മള് യേശുവിന്റെ സ്വഭാവത്തിലായിരിക്കും എന്ന് പറയുമ്പോൾ അല്ലെ, സ്പിരിച്വൽ വേൾഡ് മൊത്തം അറിയും അല്ലെ നമ്മുടെ ആ സ്വഭാവത്തെ പറ്റി, യേശുവിനെ പോലെ ആയിരിക്കുക എന്നുള്ളതിനെ പറ്റി അല്ലെ, ആയിരിക്കുന്നു എന്നുള്ളതിനെ പറ്റി. കാരണം ആ ഹമ്പിൾ നേച്ചർ, ആ ഒരു എന്താ പറയുക താഴ്മ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ താഴ്ന്നവരായിരിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ താഴ്ന്നവർക്കാണ് ദൈവത്തിന്റെ രാജ്യത്ത് ഗ്രേറ്റ്നെസ് ഉള്ളത് അല്ലെ. ആ ഗ്രേറ്റ് ആയിരിക്കുന്ന ആൾക്കാരാണ് യേശുവിന്റെ ഒപ്പം ഭരിക്കുന്നത് അല്ലെ. 18 താഴ്ന്നിരിക്കുക, പിശാചിന്റെ വർക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടി, അവന്റെ വർക്ക് നമ്മുടെ ജീവിതത്തിൽ ഫലിക്കാതിരിക്കുന്നതിന് വേണ്ടി താഴ്മയുള്ള വ്യക്തികളായിരിക്കുക നമ്മൾ എന്നതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നില്ല. സാധാരണക്കാരല്ല ആയിട്ടുള്ള വ്യക്തികളല്ലേ നമ്മൾ. ദൈവത്തിന്റെ കിങ്ഡം സംസാരിക്കുന്ന വ്യക്തികളാണ്. കിങ്ഡം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരേണ്ട വ്യക്തിയുണ്ട്. അപ്പൊ ആ കിങ്ഡത്തിന്റെ സ്വഭാവം അനുസരിച്ചുള്ള വ്യക്തികളായിരിക്കാം നമ്മൾ. അതോടുകൂടി തന്നെ അങ്ങനെയാകുമ്പോ ഈ ലോകത്തിലെ ഈ ഇരുട്ട് അല്ലെ, പിശാച് കൊണ്ട് ഇരുട്ട് അത് ഈ ലോകത്തു നിന്ന് മാറിപ്പോവുക തന്നെ ചെയ്യും. നമ്മൾ എത്രമാത്രം യേശുവിന്റെ സ്വഭാവത്തിലായിരിക്കുന്നു, യേശുവിന്റെ സ്വഭാവം നമ്മൾ എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു അല്ലെ. ഈ ലോകത്തിലെ ക്രിയേഷൻ എല്ലാം യേശുവിനെ പോലെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കാണുന്നതിന് വേണ്ടി ഇരിക്കുകയാണ് അല്ലെ. ദൈവത്തിന്റെ മക്കൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കാണുന്നതിന് വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നു, അങ്ങയുടെ വചനത്തെ നന്ദി പറയുന്നു. അങ്ങനെ പോലെ സ്വഭാവമുള്ള വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിലോട്ട് പാതകൾ അങ്ങനെ പോലെ താഴ്മയുള്ള ഒരു ഹൃദയമുള്ള വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ. യേശുവിന്റെ നാമത്തിന് ആമേൻ. കേട്ടിട്ട് നന്ദി. ദൈവത്തിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.